അപ്പോ കുറച്ച് കാലത്തെ റെസ്റ്റ്, അതായത് ഒരാഴ്ചത്തെ റെസ്റ്റിന് ശേഷം ഒരാഴ്ചത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ബിഗ് ബോസ് കഴിഞ്ഞ് ഡോക്ടറെ കാണിക്കാൻ പോണേ. പിന്നെ സങ്കടം വരാതിരിക്കുവോ? എനിക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇതിന് വലിയ വെറുപ്പിച്ച് വേറെ ഇല്ല. ഇനിയിപ്പോ ഇത് ഒന്ന് കാണിച്ചേ പറ്റൂ. കാരണം ബിഗ് ബോസിനകത്തുനിന്നുണ്ടായ ആ ഒരു ഇഞ്ചുറി ഇതിന് മുമ്പും ഒരു വട്ടം ഉണ്ടായിട്ട് മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്യാത്തത് കൊണ്ട് ബിഗ് ബോസിനകത്ത് ഒരു ഗെയിം കളിക്കുന്നതിൻ്റെ ഇടയിൽ വന്ന് പിന്നെ അത് എസ്കലേറ്റായി, വളരെ മോശം സിറ്റുവേഷനായി. പുറത്തിറങ്ങിയിട്ടും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇത് കുറച്ചിങ്ങനെ കിടന്ന് ചികിത്സിക്കേണ്ട പരിപാടിയാണ്. അതായത് ഇതിനെ കിടത്തിട്ട് പിഴിയണം, തിരുമൽ ചികിത്സയാണ്. സ്നേഹ ഇന്ന് രാത്രി മുതൽ എണ്ണ എടുത്തിട്ട് മാരിക്കോളിക്കും പരമീൽ കണ്ണുള്ള പെണ്ണ് ചവിട്ടി തിരുമലും പരിപാടികളൊക്കെ നടത്തുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ എന്ത് ഡിസ്ക് പളിച്ചെന്നാണ് പറയുന്നത്. അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ ഇന്നിപ്പോ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് നമുക്ക് ബിഗ് ബോസ് ഞാൻ ചോദിച്ചപ്പോ എനിക്ക് റിസൾട്ട് ഒക്കെ അയച്ചു തന്നിരുന്നു. അവര് കുറെ അന്ന് MRI സ്കാനും റിസൾട്ട് ഒക്കെ എടുത്ത സാധനമൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതും കൂടിയൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് കോഴിക്കോട് ഡോക്ടറെ കാണിച്ചതിന് ശേഷം എന്താണ് പറയണത് നോക്കിയിട്ട് 10-15 ദിവസം ബെഡ് റെസ്റ്റ് കിടത്താം. അതാണ് ഇനി പ്ലാൻ. കാരണം ഇത് റിസ്ക് എടുക്കാൻ വയ്യ. മാറിയിട്ടുള്ള പരിപാടികളേ ഉള്ളൂ, റിസ്ക് എടുക്കാൻ വയ്യ. കാരണം ഒരു വട്ടം ഒന്നും ട്രീറ്റ് ചെയ്യാത്തതിൻ്റെയാണ് ഞാൻ അനുഭവിച്ചത്. അപ്പോൾ ഇനി അത് വയ്യ. അപ്പം ഇനി എല്ലാ പരിപാടികളും സെറ്റാക്കണം. അത് എനിക്ക് ക്രിക്കറ്റ് കളിക്കാണ്ട് എന്തൊക്കെ പരിപാടികളുണ്ട്. ക്രിക്കറ്റ് കളിക്കണം. ലോട്ട് ഓഫ് പ്ലാൻസ് അഹെഡ്. ഓക്കെ, അപ്പോൾ നേരെ കാലിക്കറ്റിലേക്കാണ്. കാലിക്കറ്റ് ജിത്തു ഏതാ ഹോസ്പിറ്റല്? ഇയാളാണ് ഹോസ്പിറ്റലിൽ പറഞ്ഞത്. ലാസ്റ്റ് അയാൾ എന്നോട് ഞങ്ങൾക്ക് അറിയില്ല. ഇയാ പറഞ്ഞത് ഹോസ്പിറ്റലിൽ നിങ്ങള് അപ്പൊ പേര് പോലും അറിയാത്തൊരു ഹോസ്പിറ്റലിലേക്കല്ല നിങ്ങൾ ഇന്നെ കൊണ്ടുപോണേ. എങ്ങനെയെങ്കിലും തളർത്തി കിടത്താനാണ് GMC ഹോസ്പിറ്റൽ കാലിക്കറ്റ്. അവിടെയാണ് കാണിക്കാൻ പോണത്. ഡോക്ടർ ഏതാ അതും അറിയില്ലല്ലേ? അതെ, ഞാൻ വേറെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് മറ്റേ ഇതിനൊക്കെ ഓർഡർ ചെയ്ത് ഇവിടുത്തെ ഏറ്റവും നല്ല ഫുഡ് ഏതാന്ന് ഓർഡർ ചോദിക്കണ പോലെ കയറി ചെന്ന് ഇവിടുത്തെ ഏറ്റവും നല്ല ഡോക്ടർ ഏതാ അയാൾ എന്റെ വിളിക്കും. എന്നിട്ട് നല്ല പീഡിയാട്രീഷ്യനും ആവണം. നേരെ വന്നിട്ട് എന്താ പ്രശ്നം? ഡോക്ടർ ഊരവേദനയാണ്. ഇതൊക്കെയാണ് ഞങ്ങളെ ഹോസ്പിറ്റലിൽ പോക്ക്. ഇങ്ങനെയാണ്. അതായത് എന്താ ഇങ്ങനെയൊന്നുമില്ല. അത് കയറി ചെല്ലൊക്കെ എന്നിട്ട് അവിടെ ചെന്നിട്ട് കാണിച്ചിട്ട് ഇറങ്ങിപ്പോയി. പ്രാവശ്യം അങ്ങനെയൊക്കെ ആണെങ്കിൽ തീരുമാനമുണ്ട് മക്കളെ. അതിനിടയിൽ കൊണ്ടോട്ടി നിർത്തിയിട്ട് എനിക്ക് കോക്ടെയിൽ കുടിക്കണം. പൂട്ടി പോവാനോ? കോക്ടെയിൽ പൂട്ടി പോയോ? കണ്ണൂർ കോക്ടെയിൽ ഞാൻ ബിഗ് ബോസ് പോണതിന് മുന്നേ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് എന്നും ഇവിടുന്ന് മലപ്പുറത്ത് വണ്ടി എടുത്ത് പോയി ഞാൻ ചിത്തുബായി കൊണ്ടോട്ടി ചെന്ന് കൊണ്ടോട്ടിന്ന് കണ്ണൂർ കോക്ടെയിൽ കുടിച്ച് 2 കുപ്പിയിലാക്കിയിട്ട് പിന്നെ അത് തിരിച്ചിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ് അങ്ങനെ ആസ്വദിച്ച് കുടിച്ചിരുന്ന സാധനമാണ് കണ്ണൂർ കോക്ടെയിൽ. എന്തെങ്കിലും വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൂർ കോക്ടെയിൽ മാത്രമാണ്. കണ്ണൂർ കോക്ടെയിലിന്റെ ഒരു ഔട്ട്ലെറ്റെങ്കിലും മലപ്പുറത്ത് വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം. ഇനിയിപ്പോ ഞാൻ സത്യം പറഞ്ഞ എക്സൈറ്റ്മെന്റ് ഹോസ്പിറ്റലിൽ പോയി ഇത് എന്താവും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ളതല്ല. കണ്ണൂർ കോക്ടെയിൽ കുടിക്കണം, പിന്നെ കുറച്ച് ബിരിയാണി കഴിക്കണം. ഇതൊക്കെയാണ് ചെറിയ ചെറിയ ആഗ്രഹങ്ങളല്ലേ. അപ്പൊ ഓക്കെ ഗൈസ്, മലപ്പുറം കഴിഞ്ഞു. എന്തായി? ഇനി എന്നെ കണ്ടില്ലെന്ന് വേണ്ട. ഫാൻസ് ഉണ്ട്. ഞാൻ നോക്കുമ്പോ 2 ദിവസം മുമ്പ് കൊറേ കുട്ടികൾ വന്നിട്ട് വീടിന്റെ ഫ്രണ്ടിലേക്ക് ഉണ്ട്. സ്നേച്ചിനെ കാണുന്നത്. സ്നേച്ചി ഫാൻസ് അത്രേ. എങ്ങനെയാണ് ഈ സ്കൂൾ കുട്ടികളൊക്കെ കയ്യിലെടുത്തേ? സ്കൂൾ കുട്ടികൾ, ചെറിയ ജനിച്ചു വീണ കുട്ടികൾ മുതൽ വയസ്സായ സ്ത്രീകൾ വരെ എന്റെ സ്ത്രീകളും എന്റെ ഫാൻസാണ്. അതെ അതെ. അപ്പൊ ഓക്കെ, ഞങ്ങള് ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് ഡോക്ടറെ കണ്ടിട്ട് വരാം. മക്കളെ, ഇവിടെ കൊണ്ടോട്ടി കണ്ണൂർ കോക്ടെയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കണ്ണൂർ കോക്ടെയിൽ എത്തിയിട്ടുണ്ട്. ഇനി അത് കഴിച്ചിട്ട് ബാക്കി വിരലൊക്കെ പെട്ടു. യെസ് എടാ, 2 കണ്ണൂർ കോക്ടെയിൽ 0.5 തന്നെ വേണ്ടേ? എത്ര കാലമായല്ലേ കഴിച്ചിട്ട്? ഞങ്ങള് വീട് എയർപോർട്ട് ചെന്നൈ, ഇത് മാത്രമാണ് ലൈഫ്. ആര് കണക്കോ? ഈ അതിന് എത്ര വട്ടം ഇപ്പൊ ചെന്നൈയിൽ വന്നു പോയി? അതിന്റെ ഡയലോഗ് കേട്ടെ. ഒന്ന് അങ്ങോട്ട് മറ്റേ ഫാമിലി റൗണ്ടിൽ അവിടെ പോയി, ഇവിടെ 2 വട്ടം.
നമുക്ക് ഈ ഭാഗം നമുക്ക് ഓർമ്മയില്ലല്ലോ. തള്ളു എന്ന് പറഞ്ഞാൽ സ്നേഹേന്റെ തള്ളാണ്. ഓള് പറയുന്നുണ്ട് ഞാൻ എന്തോ കഴിഞ്ഞ 2-3 മാസമായിട്ട് ചെന്നൈയിലാണ് ജീവിച്ചത്. എയർപോർട്ട് ചെന്നൈ ഇത് മാത്രമാണ് ലൈഫ്. അപ്പൊ ഇതാണ് നമ്മളെ കൊണ്ടോട്ടി എയർപോർട്ട് കഴിഞ്ഞുള്ള കണ്ണൂർ കോക്ടെയിലിന്റെ സ്റ്റോള്. സ്ഥിരമായിരുന്നു ബി ബിയിൽ പോണതിന് മുമ്പ് വരെ. ജസ്റ്റ് എനിക്ക് ഒന്ന് ഞാൻ ബി ബി പോണതിന് ഒരു 2 മാസം മുമ്പ് അല്ലേ അങ്ങനെ കണ്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. സ്ഥിരം ഇവിടെ വന്ന് കുട്ടിക്കൽ തന്നെ ചെയ്യുന്ന പരിപാടി. ഭയങ്കരമായിട്ട് ഈ സാധനം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2-3 ഗ്ലാസ് കുടിക്കട്ടെ. നന്ദിയുണ്ട്. ഇതാണ് നമ്മുടെ കണ്ണൂർ കോക്ടെയിൽ. ഞങ്ങൾ സാധനം പാർസൽ ഗ്ലാസ്സിൽ ഒഴിച്ച് വാങ്ങാനുള്ള പ്ലാനാണ് അല്ലേ. എന്നാൽ പിന്നെ ടൈം പോകില്ല. ഇനി ഇവിടെ കുടിച്ച് അങ്ങനെ നിൽക്കും. ഞങ്ങൾ കണ്ണൂർ പോയപ്പോൾ അവിടുന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അവിടുത്തെ ഏറ്റവും റിയൽ കണ്ണൂർ കോക്ടെയിൽ ഫസ്റ്റ് തുടങ്ങിയ കണ്ണൂർ കോക്ടെയിൽ പോയി കുടിച്ച് കടിഷേക്കും കുടിച്ച്. അവിടെ എനിക്ക് കണ്ണൂർ കോക്ടെയിലിനാണ് ഫേവറേറ്റ്. കടിഷേക്ക് അത്ര പോരാ. അപ്പോൾ കണ്ണൂരിൽ നിന്നും കുടിക്കാം ഇവിടെ നിന്നും കുടിക്കാം. പക്ഷെ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് കണ്ണൂരിൽ നിന്ന് കുടിച്ചതിനേക്കാൾ നല്ലത് എനിക്ക് പേഴ്സണലി ഫീൽ ആയത് ഇവിടുത്തെയാണ് അല്ലേ. നിങ്ങൾക്ക് വേണ്ടല്ലേ കണ്ണൂരിൽ നിന്ന് തിന്നതിനേക്കാൾ അടിപൊളി ഇവിടുത്തെ അല്ലേ. പ്രോപ്പർ ആ സ്ഥലത്ത് പോയി കഴിച്ചിട്ട് അത്ര ഫീൽ ചെയ്തിട്ടില്ല. കഴിക്കുന്ന ആ ഒരു ഫീൽ കിട്ടിയില്ല. അതെ ഇവിടെ കൊണ്ടോട്ടിന്ന് ഇവിടുന്ന് കഴിക്കുന്ന ആ ഫീൽ കിട്ടിയിട്ടില്ല. ഒന്നാമത് ഇവിടുത്തെ ക്വാളിറ്റിയാണ്. ക്യാഷ് ഭയങ്കര ക്വാളിറ്റിയാണ്. പിന്നെ അവർ അറിയില്ല എന്ത് മിക്സാണ് യൂസ് ചെയ്യണമെന്നൊരു പിടുത്തമില്ല. ഇവരുടെ എന്തോ സീക്രട്ടാണ്. സാധനം കൊള്ളാം. ഓക്കെ ഇനിയിപ്പോൾ എന്തായാലും പാർസൽ മേടിച്ച് വല്ല പോകണം. അപ്പം ഞങ്ങൾ ബിരിയാണി ഓപ്ഷൻ തേടി അധികം പോയില്ല. നമ്മളെ റഹ്മത്തിൽ വന്ന് കയറി. സ്നേഹ റഹ്മത്തിൽ ആദ്യമായിട്ടല്ലേ? റഹ്മത്തിൽ ഫസ്റ്റ് ടൈം. അല്ല ഇതിൽ വേറെ കാര്യം എന്താ പറയുക, ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്ന ടൈമിൽ എൻ്റെ വിചാരം സ്നേഹം ഫുഡ് കഴിച്ചിട്ടില്ല എന്നാണ്. ഞാനതാണ് ബിരിയാണി കഴിച്ച് സെറ്റ് ആവാന്ന് വിചാരിച്ചത്. ഇവിടെ കയറാൻ നേരത്തെ ഓള് പറയാ ഓള് ചോറൊക്കെ ഉള്ളതാണ് കാരണം ഹാഫ് ബിരിയാണി ഇല്ലാന്ന്. എൻ്റെ ഇല്ലത്ത് കറക്റ്റ് ടൈമിലല്ലേ ഫുഡ്. എന്താ ചെയ്യാ? അതെ കാക്ക അവിടെ സാധനം കൊടുന്ന് വെച്ചപ്പോ തന്നെ പറഞ്ഞു ഇതൊരു സമാധാനത്തിനാന്നുള്ളത്. സമാധാനത്തിന് ഇത് കിട്ടിയാൽ പോരാ. സമാധാനം പോവാ ചെയ്തത്. ആക്ച്വലി ഇത് കണ്ടോടുകൂടി ഞങ്ങൾ സമാധാനം പോയി. എനിക്ക് സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ കടിച്ച് പറിക്കാൻ എന്തെങ്കിലും കിട്ടണം. അല്ലാതെ 2 ചമ്മന്തി ഒരു സവാസും അച്ചാറും കാരണം എനിക്ക് സമാധാനം കിട്ടില്ല. അത് കിട്ടും തോന്നുന്നുണ്ടോ സ്നേഹിച്ച് സമാധാനം? ഫുഡ് വരാതെ എനിക്ക് ഒരു സമാധാനം ഉണ്ട്. ഫുഡ് വന്നേ പറ്റും. മട്ടൻ ബീഫ്. ഇത് മട്ടൻ ഇത് ബീഫ്. ഹാഫ് പറഞ്ഞത് നന്നായിട്ടോ അല്ലേ. ചൂട് ബിരിയാണി ഹാഫ് പറഞ്ഞത് വളരെ നന്നായി. ഹാഫ് ബിരിയാണി പറഞ്ഞത് വളരെ നന്നായി. ഫുള്ളാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണി വളയും. ഹാഫിന് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. ഹാഫ് കണ്ടാണ് കേട്ടോ. ബിരിയാണി കിട്ടിയിരുന്നോ? ബിരിയാണി ഇടയ്ക്ക് തലപ്പാകട്ടി ബിരിയാണി കിട്ടിയിരുന്നു. അത് തലപ്പാകട്ടി ബിരിയാണി ആയിരുന്നു. ഇത് കഴിക്കട്ടെ. ഇത് ബീഫല്ലേ? അത് ബീഫ്. ഇത് മട്ടൺ. മട്ടൺ എന്നാ പ്ലേറ്റ് മതി. അത് കഴിച്ചോളൂ. ഇതിനോ കുഴപ്പമില്ല. കൂന്തൽ ഫ്രൈ വന്നിട്ടുണ്ട്. കൂന്തലല്ല കടുക്ക ഫ്രൈ അതല്ല ഞങ്ങൾ കഴിച്ചോളൂ. പിന്നെ നമ്മളെ സ്പ്രിംഗ് കോഴിയും വന്നിട്ടുണ്ട്. സ്പ്രിംഗ് കോഴിയും കടുക്ക ഫ്രൈ വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഇന്ത്യ ചുറ്റുപായൻ്റെയും ബീഫും മട്ടനും തമ്മിലൊന്ന് മാറിപ്പോയി. സീനില്ല. മട്ടൻ ഇത് മട്ടനല്ലല്ലോ. ഇതും ബീഫാണ്. എല്ലാം ഒരുപോലെ ഉണ്ട് മട്ടനും ബീഫും. ഇനി നോക്കാം. അങ്ങനെ യുദ്ധം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സ്നേഹ സന്തോഷമായോ? ബിരിയാണി എങ്ങനെയുണ്ട്? നല്ല ബിരിയാണി അല്ലേ? സ്നേഹ ചിക്കൻ കഴിച്ചത്. പക്ഷെ സ്നേഹന്റെ ചിക്കൻ പുള്ളി തന്ന ഞാനാണ്. ജിത്തുബായി കഴിച്ചത് ബീഫാണ് ഓർഡർ ചെയ്തത്. പക്ഷെ മട്ടൻ ജിത്തുബായി കഴിച്ചു. ഞാൻ കഴിച്ചത് ബീഫ്. അപ്പൊ ഞങ്ങൾ റഹ്മത്ത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ബിരിയാണിയൊക്കെ വേറെ തട്ടി. ഇനി ബീച്ചിക്കല്ലടി. ഇനി ബീച്ചിക്കാണ്.
സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ ഉണ്ട്. റഹ്മത്ത് ഇതാ. റഹ്മത്ത് അറിയാതെ ആരും ഉണ്ടാവില്ല. വന്നാ പറഞ്ഞാ മതി, വന്നാ പറഞ്ഞാ മതി, വന്നാ മാത്രം പറഞ്ഞാൽ മതി, വന്നില്ലെങ്കിൽ നമ്മൾ മൂഞ്ചും. അപ്പൊ ഞങ്ങൾ ഇനി അടുത്തത് പോകുന്നത് കൊറേ കാലമായിട്ട് കോഴിക്കോട് ബീച്ച് കണ്ടിട്ട് അല്ലേ? ബീച്ചൊക്കെ മിസ് ചെയ്യാതെ ഞാൻ ബിഗ് ബോസ് ഹൗസിലുള്ളപ്പോ ഇവര് വീട്ടിലായിരുന്നു. പുറത്തിറങ്ങി 3 മാസം കോഴിക്കോട് കണ്ടിട്ടില്ലല്ലേ? പോകുന്നു, എയർപോർട്ട് കാണുന്നു, പോകുന്നു. അതന്നെ. റഹ്മത്ത് ബിരിയാണിക്ക് ശേഷം ഞങ്ങൾ അടുത്തതായിട്ട് കാഴ്ച വെക്കാൻ പോകുന്നതാണ് കോഴിക്കോട് ബീച്ചിലെ അച്ചാർ. എന്റെ അച്ഛന്റെ അച്ചാർ, ഈ കാക്ക നിങ്ങള് പോവാ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോവാ. അപ്പൊ പിന്നെ ഞാൻ തന്നെ പോവാ. അപ്പൊ ഓക്കെ, അടുത്ത പിടിക്കാം. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇറങ്ങാൻ നിൽക്കുകയാണ് അല്ലേടി. നമ്മള് ബീച്ചിലേക്ക് പോവാണ്. നമ്മളവിടെ ബീച്ചിന്റെ മെയിൻ എൻട്രൻസിന്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് അവിടെ എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള സമ്മേളനം, പാർട്ടി സമ്മേളനമൊക്കെയാണ്. അപ്പൊ ഞങ്ങള് ബട്ട് റോഡിനകത്തുള്ള ബീച്ചിന്റെ അല്ലെ, ബട്ട് റോഡ് ബീച്ചിന്റെ എൻട്രൻസിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇനി കുറച്ച് അച്ചാർ കഴിക്കണം, ഉള്ളിൽ കയറിയിട്ട് കുറച്ച് അച്ചാർ എടുക്കും. വെയിലാണെങ്കിൽ എന്താ, വെയിൽ കൊള്ളണം. നമ്മുടെയൊക്കെ രക്തം എന്ന് പറഞ്ഞാൽ ദ്രാവിഡ രക്തം ഉണ്ടെങ്കിലും രക്തമാണ് ഞങ്ങളത്. അതെ. അപ്പോ ബാക്കി നമുക്ക് അച്ചാർ കടയും ബീച്ചുമായിട്ടല്ലേ, ബാക്കി അങ്ങനെ ഒരു വൈബാണ് ഞങ്ങൾ പിടിക്കാൻ പോണത്. ജിത്തുബായി ആണെന്നുണ്ടെങ്കിൽ അതീവ സന്തോഷത്തിലാണ് ഇന്ന്. വണ്ടിയിൽ കയറിയത് മുതൽ അല്ലേ, സന്തോഷം കൊണ്ട് ഇരിക്കാനും നിൽക്കാനും വയ്യ ജിത്തുബായിക്ക്. സന്തോഷത്തിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. ജിത്തുബായിന്റെ സന്തോഷം നിങ്ങൾക്കും ഞങ്ങൾ പങ്കുവെക്കുന്നതായിരിക്കും. സ്നേഹിക്ക് എന്താ വെയിലുണ്ടോ പ്രശ്നം? നമ്മള് എസിന്റെ ഉള്ളിലൊന്നല്ല ജീവിച്ചത്. അല്ല, അപ്പൊ അണക്കാണല്ലോ ഈ വെയില് എന്നൊക്കെ പറഞ്ഞത്. പണ്ട് ജനകീയം ബസ്സിന് 1 രൂപ തൊട്ട് കൊടുത്ത് ബസ്സിന്റെ പിന്നാലെ ഓടി കേറി പടിഞ്ഞാറ്റുമുറി സ്റ്റാൻഡിൽ പോയിട്ട് വന്ന ഒരു സ്നേഹം ഉണ്ടായിരുന്നു. ആ സ്നേഹം എനിക്ക് അറിയാമായിരുന്നു. വൈകുന്നേരം CT പൈസക്ക് കൈ പിടിച്ച് MSG സ്കൂളിന്റെ മുന്നിൽ, അതെ, CT പൈസക്ക് നാസ് ബസ് കയറാൻ വേണ്ടിയിട്ട് മറ്റേ കണ്ടക്ടറോട് കയ്യും കാലും കാണിച്ചൊരു സ്നേഹം ചെയ്ത് എനിക്ക് അറിയാമായിരുന്നു. ഇങ്ങനെ കാണിച്ചിരുന്ന സ്നേഹമുള്ള ജീവിതം എനിക്ക് അറിയാമായിരുന്നു. ഇപ്പത്തെ സ്നേഹം AC പുറത്തിറങ്ങില്ല, വെയില് കൊള്ളില്ല. അച്ചാർ ഇനി അച്ചാർ കഴിച്ചിട്ട് ബാക്കി പരിപാടി. നെല്ലിക്കാണ് വാങ്ങണം നമുക്ക്. സോ ഗൈസ്, അങ്ങനെ ഒരു കുറെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ശ്രീകുട്ടി നമ്മളെ ജോയിൻ ചെയ്തിരിക്കണം. ജിത്തുബായി നേരത്തെ പറഞ്ഞ സർപ്രൈസ് ശ്രീകുട്ടി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ഇത് സർപ്രൈസ് ഒന്നും അല്ല. ഇത് ശ്രീകുട്ടി, ഇത് വെറും കുട്ടി. ഞങ്ങൾ ബീച്ചിൽ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ബട്ട് റോഡ് ബീച്ചിൽ കറങ്ങി തിരിഞ്ഞ് നടക്കാൻ പോകുന്നതാണ്. അല്ല, ബട്ട് റോഡ് ബീച്ചിലാട്ടോ ഏറ്റവും കൂടുതൽ തിരക്ക് കുറവ്. ഞാൻ നോക്കും, നമുക്ക് ഇങ്ങനെ ചാടി പോവാം, അങ്ങനെ അങ്ങോട്ട് പോവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ തിരക്കുണ്ടാവില്ല. അപ്പോൾ ശ്രീകുട്ടിയുടെ ഒരു സർപ്രൈസ് ഉണ്ട്, പക്ഷെ അത് ഞാൻ ഇപ്പം പറയുന്നില്ല, പിന്നെ പറയുള്ളൂ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ശ്രീകുട്ടി നാട് വിടാനുള്ള തീരുമാനത്തിലാണ് ശ്രീകുട്ടി എത്തി നിൽക്കുന്നത്. കള്ള പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. മിക്കവാറും ഒരാഴ്ച 1 മാസം കൊണ്ട് നാട് വിടും. ബൈ ദ വേ, ശ്രീകുട്ടി ഒരു അഡ്വക്കേറ്റ് ആണ്. അഡ്വക്കേറ്റ്, അതെ, വലിയ കാര്യമൊന്നുമില്ല. പ്രാക്ടീസ് ചെയ്യുന്നത് കോഴിക്കോടാന്നൊക്കെ ഉള്ളൂ. അതല്ല, കേസ് ഉണ്ടായിട്ടും വിളിക്കരുത്. ഞാൻ എന്തിനാണ് പരിചയപ്പെടുത്തി അറിയോ അഡ്വക്കേറ്റാന്ന് പറഞ്ഞിട്ട്. ഞാൻ പരിചയപ്പെടുത്താൻ തന്നെ കാരണം അഡ്വക്കേറ്റാന്ന് പരിചയപ്പെടുത്താൻ കാരണം വെറുതെങ്കിലും ആരെങ്കിലും പോയി പെടരുത് നിങ്ങളെ കേസുമായിട്ട്. പെട്ട് കഴിഞ്ഞാൽ ഈ അറ്റൻഡ് ചെയ്ത് ഒരു കേസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. കോടതി പോയി വായ നോക്കി നിൽക്കും. അവിടെ കേസ് പറയൂല്ലോ കോടതിയിൽ ഓൾറെഡി. അല്ലാതെ പറ, അല്ലാതെ ഈ ആയിട്ട് അറ്റൻഡ് ചെയ്ത് ഒരു ഇതില് ഫൈനലിൽ എത്തിയ കേസ്. ഏത് BP ആരാ? പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ അണ്ടറിൽ ആർക്കും നിൽക്കാം. അല്ല, ബാക്കി പറ. അണ്ടറിൽ ആർക്കും നിൽക്കാം, ബാക്കി പറ. സ്വന്തമായിട്ട് പറയാം. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു കേസ് ഇല്ലാത്ത വക്കീലാക്കാൻ പറ്റുമോ? ഒരു കാര്യമല്ല. കാരണം എന്താ അറിയോ, ആരെങ്കിലും ചോദിക്കും, എന്നെ അറിയുന്ന ആരെങ്കിലും എന്നോട് കേസ് ഏതാന്ന് ചോദിക്കും. ഇത്ര കാലമായിട്ടും ഈ ഫിൽറ്ററിനൊരു മാറ്റമില്ലല്ലോ. എൻ്റെ മോനെ, അതെ,
ഫിൽട്രോളി എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഫിൽട്രോളി അല്ലേ? അതെ, സാധാരണ രീതിയിൽ ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഫിൽട്രോളിയാണ് ഈ നിൽക്കുന്ന മുതൽ. ഫിൽട്രോളി എന്ന് പറഞ്ഞാൽ നമ്പർ 1 ഫിൽട്രോളി. ഒരു ഫോട്ടോ വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുത്താൽ അടക്കം അതില് കുട്ടി അടിക്കാറുണ്ടോ? എങ്ങനെ എങ്ങനെ? അതെ 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 അതെ. ഓ അതെ അതെ അതെ. ഫിൽറ്ററിന്റെ ആവശ്യമില്ലാത്ത 2 ആൾക്കാർ. എന്നാ വെള്ള ഫിൽറ്റർ ഇട്ടേ നടക്കുകയുള്ളൂ. ഇവരുണ്ടോ ശരിക്കും പ്രോപ്പർ മറ്റേത് വെളുത്തിട്ട് പറയാം. അതെ അതെ. ജർമ്മൻ കാലാവസ്ഥയിൽ തണുപ്പ് വരുമ്പോ എന്താണെങ്കിലും വെളുക്കും. KSRTC പക്ഷെ അത് വിചാരിച്ച് പ്രതീക്ഷിക്കണ്ട, നടക്കില്ല. പക്ഷെ ജർമ്മനി നടക്കും അല്ലേ? മിക്കവാറും അവിടുത്തെ കുടുംബം വിളിക്കും. എനിക്കതാണ് പറയാനുള്ളത്. മിക്കവാറും ആ കുടുംബം വിളിക്കും. ഇവിടെ കുത്തി പറയുന്നുണ്ടോ? കുത്തണ പോലെ ഫീലല്ലേ? അതെ. നല്ല രസമുണ്ടല്ലേ ഇത്? നമുക്ക് മറ്റൊക്കെ ഒന്ന് വാങ്ങണോ? എന്നിട്ട് ഇതിലിടണോ? ഡിക്കിലിടണോ? അല്ല ഇതൊന്ന് വാങ്ങി മറ്റൊക്കെ ഡിക്കിലിട്ട് കൊണ്ടോണോ? കാറ്റ് പോകുന്നില്ല. കാറ്റൊന്നും പോകില്ല. ഞങ്ങള് നമ്മളെ അമ്മാന്റെ ബേബിക്ക് വേണ്ടി ഒരു ബലൂൺ വാങ്ങാന്ന് വിചാരിച്ചാ. ഏത് ഇതിനുള്ളതല്ല, ആ ഉള്ളിലുള്ളതല്ലേ കുട്ടികള്. പക്ഷെ ഇത് അവിടെ എത്തുമ്പോ കാറ്റ് പോയില്ലേ? അത് ചോദിച്ചത് കാറ്റ് കുറയാനും നിൽക്കുക വെച്ചത്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഇറങ്ങിയപ്പോ നല്ല മഴ. നല്ല മഴ എന്ന് പറയണ്ടായിരുന്നു. ഇപ്പൊ ചാറ്റിന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇപ്പൊ ചാറ്റിന് മാത്രമേ ഉള്ളൂ. ഞങ്ങളവിടെ ഇറക്കുന്ന മഴേന്റെ മെയിൻ പരിപാടി വന്നിട്ട് ഇപ്പൊ ചാറിനേ ഉള്ളൂ. മഴ തൂറുന്നു. അപ്പൊ ഈ മഴ തൂറൽ കൂടിയപ്പോ പിന്നെ എനിക്ക് മനസ്സിനകത്ത് ഭയങ്കരമായ ഒരു ആഗ്രഹം വന്നു. നല്ല ദോശ, നല്ല മുരിഞ്ഞ ദോശയും കാപ്പി. 2 ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ 2 ബിരിയാണി കഴിച്ചാ മഴ തൂറി. നല്ല തൂറിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി അടുത്തത് എവിടെ പോവാ? സോപാന റെസ്റ്റോറന്റ് എവിടെ പോണ്ടേ? എവിടെ എനിക്കറിയില്ല. ചോദിക്കോ, കോഴിക്കോട് ചോദിക്കോ. ഓഹോ, നിങ്ങൾ എന്താണ് അവിടെ ബാക്ക് സീറ്റിൽ ചെയ്യുന്നത്? രമണി, ഗീത, നിങ്ങൾ ഓടി വരൂ. ഇവർ ബാക്ക് സീറ്റിൽ എന്താ ചെയ്യുന്നത് നോക്കൂ. മഴയും കൂടി സ്വയം തിരിച്ചോ. ഞാൻ വണ്ടി ഓടിക്കുമ്പോ നമ്മൾ ഒരിക്കലും ഡ്രൈവിംഗ് ഫോൺ ഉപയോഗിക്കാൻ പറഞ്ഞിരുന്നോ? സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിട്ട് ഒരുത്തന്റെ ലൈസൻസ് പോയതാണ്. ഇനി ഞാൻ കാർ ഓടിച്ചതിന്റെ ലൈസൻസ് കൂടി കളയാനല്ലേ? അപ്പൊ നമ്മള് ജീവിതത്തിൽ ലൈസൻസ് ഇല്ല. ആകെ ഉള്ളത് കാറിന് മാത്രമാണ്. വണ്ടിക്കുള്ള ലൈസൻസ് മാത്രം. ലൈസൻസ് ഞാൻ കാർ ശരിക്കും ഓടിച്ചു പഠിക്കാം. അതെ. അപ്പൊ കാപ്പി ദോശ ഇനി അടുത്ത പരിപാടി പിടിക്കട്ടെ. തിന്നാൻ തോന്നിയ പിന്നെ നമ്മള് നിർത്താൻ പറ്റില്ല. നേരെ സോപാനം വെജ്. നേരെ കഴിക്കാൻ തോന്നിയ പിന്നെ കഴിക്കണം. നോൺ വെജിന് ശേഷം അപ്പ വെച്ച് തിന്നാൻ തോന്നിയ അപ്പ തിന്നണം. അങ്ങനെയാണ് എന്റെ ഒരു ശീലം. ഞാൻ അങ്ങനെ പഠിച്ചു. ബിഗ് ബോസിനകത്ത് പച്ചപ്പട്ടിനായിരുന്നു. പക്ഷെ പുറത്തിറങ്ങുമ്പോ നമ്മൾ അങ്ങനെയല്ലോ. ഫാമിലി റൗണ്ടിന് ശേഷമാണ് ആ മാറ്റം സംഭവിച്ചത്. ഫാമിലി റൗണ്ട് അപ്പൊ ഞാൻ എന്റെ ക്രേവിങ്സ് കൂടി ഞാൻ തിന്നാൻ തുടങ്ങി. പിന്നെ തീറ്റ നിർത്തിയില്ലല്ലോ. ഇനി നമുക്ക് നല്ല ദോശ അടിച്ചിട്ട് കാപ്പിയും കുടിച്ചിട്ട് ഇനി ബാക്കി വർത്താനം. 25 years of സോപാനം. ഇതെന്താ ബട്ടർ ഇഡ്ലിയോ? ബട്ടർ ഇഡ്ലി 90 rupees. എന്താണ് ജിത്തുഭായി എന്താണ് ബോഡി ഷേമി ഉണ്ടോ? വളരെ മോശാട്ടോ. ജിത്തുഭായി ബോഡി ഷേമി ഒന്നും ചെയ്യാൻ പാടില്ല. വന്നിട്ട ഗീ പൊടി ദോശ വന്നിട്ട. ഇതാണ് പൊടി, അകത്ത് നിറച്ച് പൊടി. ഇത് ഗീ പൊടി ദോശ. പൊടിയാണോ? വേണമെങ്കിൽ വിളിച്ചോ. ചളി എന്ന് പറഞ്ഞാൽ ഇയാളൊക്കെ എൻ്റെ ഉള്ളു. ഭൂലോക ചളി അടിക്കാൻ ഇയാളൊക്കെ എൻ്റെ ആളുള്ളൂ. ചളി വൻ ചളി. ഇനി പൊടി ദോശ അതിൽ വെള്ളം വരും. ഇതാണ് ചീസ് ദോശ. ഫുൾ ചീസ്. ചീസി. ഇത്രയും ചീസൊക്കെ തിന്നു കഴിഞ്ഞാൽ സ്നേഹം നിങ്ങളൊക്കെ ഭയങ്കര സീനുണ്ടോ? ഇതല്ലേ? എന്നാ ഞാൻ മാത്രം കഴിച്ചോളൂ.
ഇവിടെ പല നഗ്ന സത്യങ്ങളും പൊളിഞ്ഞു വീഴുന്നുണ്ട്. അരികെ ആപ്പിൽ മെമ്പർഷിപ്പുള്ള 2 പേരെ കണ്ടുകിട്ടിയിരുന്നു. ഒന്നിവൾ അഡ്വക്കേറ്റ് ശ്രീകുട്ടി, ഡോക്ടർ ജിത്തു. അതെ, അങ്ങനെയാണ് ഇവർ പരിചയപ്പെട്ടത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അല്ലേ. അരികെ ആപ്പ് കയറി ഡോക്ടർ ജിത്തു എന്ന് പേരിട്ടു, എന്നിട്ടും ഒരാൾ പേരില്ല. അതെ, പെങ്ങള് UK നേഴ്സാണ്. അപ്പൊ പെങ്ങള് നാട്ടിൽ വന്നപ്പോ സ്റ്റെത്ത് എടുത്ത് കഴുത്തും കൂടി ഇട്ടിട്ട് അപ്പം ഉണ്ടാക്കിയ പ്രൊഫൈലാണ് ഡോക്ടർ ജിത്തു. ആ പ്രൊഫൈൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ദയവേത് പോകരുത്. എന്ത് ട്രോളാരും ഞാനുള്ള കാര്യമില്ല പറഞ്ഞു. ട്രോളായിരിക്കും. പിന്നെ മോശമാണ് നിങ്ങൾ കാണിക്കുന്നത്. എന്ത് മോശം ഡോക്ടർ ജിത്തു എന്നൊക്കെ ഇട്ടിട്ട് ആര് പറഞ്ഞു? അത് മാത്രമല്ല, മാട്രിമോണിയില് എത്ര മാട്രിമോണിയില് കളയും കേട്ടോ. തപ്പ് കേട്ടോ, കാട്ടുകളൻ കളഞ്ഞൊന്നുള്ളത് കാട്ടുകളൻ. അതെ, ഡോക്ടർ ജിത്തു എന്ന് പറഞ്ഞ് വരുന്നത് ഈ ഫേക്ക് ജിത്തു ആണ്. ദയവേദിട്ട് അതിൽ വീഴാതിരിക്കുകയാണ്. കളയാതിരിക്കില്ലല്ലോ, കള്ളത്തരാണല്ലോ. ഓ ഇപ്പൊ ആൾക്കാരെ കിട്ടിയല്ലോ, അപ്പൊ കളയും. അപ്പൊ പലരെയും കിട്ടിയോണ്ട് ഇപ്പൊ റിവീൽ ചെയ്യുന്നില്ല. വേണ്ട, അണ്ടർ പ്രോസസിംഗ് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ റിവീൽ ചെയ്യാം. അതെ, ഞങ്ങൾ റിവീൽ ചെയ്യാൻ കുറച്ച് കഴിഞ്ഞിട്ട്. എന്താ പറഞ്ഞത് നേരത്തെ? എന്താ പറയും? അല്ല പറഞ്ഞു, നേരത്തെ പറഞ്ഞു. അല്ല, ഞാൻ പറയുന്നത് ഇവളെന്നോട് ചോദിക്കാൻ ഞാൻ കഴിക്കുമെന്നുള്ളത്. ഞാൻ അടുത്ത് പറയുന്നത് ഞാൻ കഴിക്കില്ല, വലിക്കില്ല, കുടിക്കില്ല. മധുരമില്ലാത്തൊരു ചായ, മധുരമുള്ള ഒരു ചായ പോലും ഞാൻ കുടിക്കില്ല. എന്നിട്ട് എനിക്ക് വെള്ളം കിട്ടിയില്ല. നാട്ടില് കള്ളും കഞ്ചാവും അടിച്ചു പോയിട്ട് നടക്കുന്നവർക്കൊക്കെ കിട്ടുന്നുണ്ട്. ചെക്കനെയും കിട്ടി. മധുരമുള്ള ഒരു ചായ പോലും കുടിക്കാത്ത ചിത്തുവാക്കി തരട്ടെ. പെണ്ണില്ല, ചിത്തുവായിക്ക് പെണ്ണില്ല. നാരങ്ങ സോഡ നാട്ടുകാരെ ചിത്തുവായിക്ക് പെണ്ണില്ല. ചായയിൽ കുറച്ച് മധുരം ഇടാൻ പറ്റുന്ന കുറച്ച് പെൺകുട്ടികളുണ്ടെങ്കിൽ ഉടനെ സമീപിക്കണം. ഉടനെ ഇയാൾക്ക് പെണ്ണ് കിട്ടിയില്ലെങ്കിൽ അടുത്തുള്ള ഓയോ റൂമിലൊക്കെ ഇയാൾ കയറി നൽകുന്നതാണ്. അപ്പൊ ഞങ്ങളിപ്പോ ഗോകുലം മോളിലാണ്. നമ്മൾ ആരെ കാണാനാ വന്നേ? നോറ മുസ്കാൻ. നോറ മസ്കാര. അവിടെ പോയി പറഞ്ഞു നോക്കണം. നിങ്ങൾക്ക് പലതും കേക്കും. സോ ഗൈസ്, നമുക്ക് ഇവിടുന്ന് നോറയെ കിട്ടിയിട്ടുണ്ട് ഗോകുലം മോളില്. ഗോകുലം മോളിനെ കുറിച്ച് ഗോകുലം മോൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ കോടി കളിച്ചിട്ടുണ്ട്. അതെ, ഈ സ്ഥലം അപ്പൊ അന്ന് ഇവിടെ ഈ ഓടി കളിക്കുന്ന സ്ഥലമായിരുന്നു. ഓ മാൻ, ഓടി കളിക്കുന്നതിന്റെ പേടിച്ചിട്ടാണ് ഇവിടെ മോള് വന്നത്. പെട്ടെന്ന് ബിഗ് ബോസ് ഞാൻ പറയണൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പൊ ഗൈസ്, ഞങ്ങൾ വേറെ പരിപാടി പോകട്ടെ. ഓക്കെ, ബൈ. ഓ മൈ ഷാപ്പിലെ ഷോർട്സ്. ദിസ് ഈസ് ഷാപ്പിലെ ഷോർട്സ്. ദിസ് ഈസ് കപ്പ. അഭിഷേക്, അതെ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അഭിഷേകിന്റെ മെഴുകുതിരി ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഇത് ആ മെഴുകുതിരിയല്ല, തികച്ചും യാദർശികം മാത്രമാണ്. മാങ്ങ കല്ലിലടിച്ചത് തുടങ്ങാൻ പോവാണ്. അടിക്കട്ടെ. ഇത് ഞാൻ ഓർമ്മ അത് ഓൾറെഡി അങ്ങനെ ആയിരുന്നു. ഇവിടെ കൊടുത്ത് 2 അടി അടിച്ചതാണ് ഷോ. ദിസ് ഈസ് ചൂണ്ടക്കാരൻ കൊഞ്ച്. എന്താണ് ഈ ടങ് ട്വിസ്റ്ററാണ് ലാലേട്ടൻ തന്നെന്നുണ്ടെങ്കിൽ പൊളിച്ചിരുന്നു. എന്താ ഒന്ന് പറയാം? മോള നോക്കാറില്ല. മോള ഉറി ചിക്കൻ. ഞാൻ തെറ്റിദ്ധരിച്ചു. ഇത് പറയിപ്പിക്കുന്നത് അർജുനെ കൊണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഇത് കഴിച്ചോട്ടെ. മീൻ പിടിച്ച മസാല. ഏത് മീനാ? ആയിക്കോട്ടെ. പച്ചക്കുരുമുളക് സോസ്,
പച്ചക്കുരുമുളകും റെഡ് ചില്ലി സോസ്, കുട്ടൻ കല്ല് ചുട്ടത്. സ്നേഹ ട്രൈ ചെയ്യണോ ബീഫ്? എന്നാലും ഒരു പീസ് പ്ലീസ് പ്ലീസ്. മാറി നോടി മക്കളെ, അല്ലെങ്കിൽ ഇപ്പൊ കത്തിപ്പിടിക്കും. കത്തട്ടെ. ഇവിടെ ഇരുന്നിട്ട് തീ നല്ലോ കത്തിച്ചോ എന്ന് ദുഷ്ട. അടുത്തിരിക്കുന്നത് ഞാനെങ്ങനെ കത്തിപ്പോയാലോ? അയ്യോ ഇതിന്റെ ഒരു അവസ്ഥ. അതെ വേണ്ട, കത്തിക്കണ്ട. ഓ ജസ്റ്റ് മിസ്, രക്ഷപ്പെട്ടു. നൈസ്. ഓക്കെ, നെക്സ്റ്റ് പാൽക്കപ്പ ആൻഡ് ബീഫ്. ഇത് കുഞ്ഞിക്കോയും ഇത് കുഞ്ഞുമുട്ടയും. കുഞ്ഞിക്കോയി കുഞ്ഞുമുട്ടയും. കുഞ്ഞിക്കോഴി കുഞ്ഞുമുട്ട. പിടിയുണ്ട്, പിടി മുട്ടയുണ്ട്. ചക്ക മാങ്ങ തേങ്ങ. ഇത്തുമായി ICU-ലായി. ICU വന്നിട്ടുണ്ട്. ICU വന്നതേ ഓർമ്മയുള്ളൂ. ഫുള്ളൊരു ഫ്ലോയില് കുടിച്ച് തീർത്തു. എന്താ ഇയാളെ പറയണ്ടേ? ഞാനും അതാണ്. എല്ലാം കഴിച്ചുണ്ട് ടേസ്റ്റ് നോക്കാന്ന് വിചാരിച്ചു വെച്ചതാ. ഒറ്റയടിക്ക് കുടിച്ച് ഒറ്റ തീറ്റി. ബിഗ് ബോസ് ഹൗസിനകത്ത് ജാസ്മിന്റെ കൂടോത്രത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആലോചിക്കണല്ലോ, കേക്ക്. ജാസ്മിന്റെ കൂടോത്രത്തിനെ കുറിച്ച്, അതായത് മുട്ട കൂടോത്രവും മുടി കൂടോത്രം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ജാസ്മിനെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജാസ്മിൻ പറയും ഞാൻ ചെയ്യും എന്ന് പറയാ. കൂടോത്രത്തിനെ കുറിച്ച് സംസാരിച്ച് ഉച്ചയാകുമ്പോൾ ഞാൻ ബാത്റൂമിൻ്റെ അവിടെ പോയി നോക്കുമ്പോൾ ടോയ്ലറ്റിന്റെ സൈഡിലുള്ള ബാസ്കറ്റിൽ ഇതാ മുടി മുറിച്ചിട്ടിരിക്കുന്നവള്. അത് ഇവളാണെന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കുമ്പോ കളറ് മുടി. അപ്പൊ ഞാൻ വിചാരിച്ചേ അയ്യോ പണി പാളി, ജാസ്മിൻ മുടി മുറിച്ചിട്ട് മിക്കവാറും ആർക്കും കൂടോത്രം കിട്ടും. ഇവളെ മുടിയാന്നുള്ളത് എനിക്കറിയണ്ടേ. കുറച്ച് ഞാൻ വന്ന് ചോദിക്കുമ്പോൾ ഇത് ആരും മുടി മുറിച്ചിട്ടില്ല. ഇവളാണ് ആ മുടി മുറിച്ചിട്ടത്. സത്യത്തിൽ ഞാൻ കണ്ട നേരം ഞാൻ കുറച്ച് പേടിച്ചു പോയി. അയ്യോ ഇനി മുടിയുടെ കൂടെ അത്ര കൂടി താങ്ങാൻ വയ്യ. ബാക്കി എല്ലാം ആയത് സീനായിരുന്നത്. എന്താണത്? കോലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. പഴം പപ്പടം ചക്ക. സാധനം കൊണ്ടുവന്ന് വെച്ചപ്പോ കൊതിയിട്ട് നോക്കുന്നത് ഇത് ഞാൻ ഒറ്റയ്ക്ക് തിന്നാണ്. തീർന്നുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളി. ശ്രീമോൾ ഫുഡ്. ആ പെപ്സി എടുത്തോ? നോറ ട്രീറ്റിന് നന്ദിയുണ്ട്. നോറയോട് പറയണോ അതോ ജയോട് പറയണോ? അപ്പോൾ ഓക്കെ ഗൈസ്, ഞങ്ങൾ ഷാപ്പിൽ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഞങ്ങൾ അടുത്ത സ്നേഹ വേറെ ഏതൊരു ഷോപ്പിൽ കയറിയിട്ട് ഇന്ന തീരുമാനമാക്കാൻ കയറിയിട്ടുണ്ട്. അങ്ങോട്ട് നോക്കാൻ പോയി കഴിഞ്ഞാൽ പണിപാട്. ഇല്ലല്ലേ? ഓ വെരി ഗുഡ്. സ്നേഹയുടെ ഉണ്ട്. അപ്പോൾ ജയും നമ്മുടെ നോറയും കൂടെയാണ് ഇന്ന് ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്തത്. ഇനി നിങ്ങൾ ഡെഫിനറ്റ്ലി മലപ്പുറത്ത് വരണം. അപ്പൊ ഞങ്ങൾ അവിടെ ഇനി അടുത്തൊരു കൂടുതൽ ഞങ്ങൾ അവിടെ കൂടിയിട്ട് ഓക്കെ. അപ്പൊ ഞങ്ങൾ ഇവിടെ തീരുന്നില്ല. ഹാപ്പി കപ്പ് പോയിട്ട് ഞങ്ങൾ ഒരു കേക്കും കൂടി കഴിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ വ്ളോഗ് ചെയ്യാൻ ഇവിടെ തീർക്കുകയാണ്. എഡിറ്റ് ചെയ്യാൻ വേണ്ടി
സോറി ഗൈസ്, എഡിറ്റ് ചെയ്യാൻ മടിയതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്താൻ പോവാണ്. ഓക്കെ ബൈ. ജിത്തുബായി ഇവിടെ ഉണ്ട്. ജിത്തുബായി ബൈ പറയൂ. ബൈ 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 ബൈ. ശ്രീകുട്ടി ബൈ പറയൂ. സ്നേഹ ബൈ 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 ബൈ. ബൈ ബൈ ബൈ.